ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല ക്രീമി എഗ് കറിയും അതുപോലെ പൊരിച്ച പത്തിരിയാണ്. എഗ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയുള്ളി, അതുപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കാഷ്യൂ, അതുപോലെ തേങ്ങയൊക്കെ നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ ചൂടാക്കി സ്പൈസസ് ഇട്ട് കൊടുക്കുക. അരച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കസൂരി മേത്തി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വ്ളോഗ് ഉണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എഗ്ഗ് പുഴുങ്ങിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ കേട്ടോ, ഒന്ന് കുറുകിയും കൂടി വരട്ടെ. പിന്നെ നമ്മുടെ പുട്ടുപൊടിയിലാണ് ഞാൻ ഇന്ന് പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത്. ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കി നോക്കി ഒഴിക്കണേ, ഒരുപാട് വെള്ളം ആക്കരുത്. പിന്നെ തേങ്ങ, ചെറിയുള്ളി, വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ പൊടിയിലോട്ടാക്കി വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ച് ഇതുപോലെ മാവാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കോഴിക്കറിയും ബീഫൊക്കെ ഉണ്ടെങ്കിൽ അതും അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഇന്നിവിടെ എഗ് കറിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ബൈ.